നമസ്കാരം. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് CPM-ൽ പുകയുകയാണ്. വിവാദ സന്ദേശം പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയ ഇടത് സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയാണ് പാർട്ടിയിലെ ചർച്ച. ഇത്തരം ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ സംശയ നിഴലിൽ നിർത്തിയ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോസ്റ്റ് പ്രചരിപ്പിച്ചതും തെറ്റുതന്നെയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കിയതോടെ ഇക്കാര്യത്തിൽ CPM-നുള്ളിലെ അഭിപ്രായ വ്യത്യാസം കൂടിയാണ് പുറത്തുവരുന്നത്. പ്രചരിപ്പിച്ചവരെ പ്രതിരോധിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തള്ളിയായിരുന്നു ജയരാജന്റെ ഈ പ്രതികരണം വരുന്നത്. മുൻ MLA KK ലതിക പോസ്റ്റ് ഷെയർ ചെയ്തത് ശരിയായില്ലെന്ന് വടകരയിൽ പരാജയപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് തള്ളിയാണ് സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈലുകളിൽ നിന്ന് വന്ന ചില പോസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി ഫലം വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജയരാജൻ അഭിപ്രായപ്പെട്ടിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാവുകയും അത് പ്രചരിപ്പിച്ചതിന് ഇത്തരം സൈബർ ഗ്രൂപ്പുകൾ സംശയ നിഴലിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത്. വടകരയിൽ KK ശൈലജയെ കാലുവാരാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നുവെന്ന സംശയവും അണികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. പെങ്ങളും ആങ്ങളെയും വീണ അങ്കത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായി പൂഴിക്കടകൻ ഇറക്കിയതല്ലോ എന്ന CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പും ചർച്ചയാകുന്നുണ്ട്. P ജയരാജനെയാണ് മനു തോമസ് ഉന്നം വയ്ക്കുന്നത്. P ജയരാജനെ വീര നായകനായി ചിത്രീകരിച്ച് ശ്രദ്ധ നേടിയ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലും വിവാദ സന്ദേശം ഷെയർ ചെയ്തതായി കണ്ടെത്തിയിരുന്നു. പേജിന്റെ അഡ്മിനായ DYFI നേതാവ് P ജയരാജനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ് ഷെയർ ചെയ്തതെന്നും സംശയം തോന്നി 10 മിനിറ്റിനകം പിൻവലിച്ചിരുന്നുവെന്നും അഡ്മിൻ മനീഷ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് കടന്നുപോയ സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് അണികളുടെ ആകാംക്ഷ. കാഫിർ സന്ദേശം ആരാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തുകയും അതിനുമേൽ നടപടി സ്വീകരിക്കുകയുമാണ് പ്രധാനം. പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൃഷ്ടിച്ച ആളെയും പിന്നീട് ഷെയർ ചെയ്തവരെയും കണ്ടെത്തുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞാലേ കൃത്യവും വ്യക്തവുമായ സൂചനയുണ്ടാകൂ. ഇനി ആര് ചെയ്താലും അത് തികച്ചും തെറ്റാണ്. പ്രചരിപ്പിച്ചവരും ചെയ്തത് തെറ്റാണ് എന്നാണ് പറയുന്നത്. നന്ദി.